ബീഹാറിൻ്റെ ഹൃദയഭാഗമായ പട്നയ്ക്ക് സമീപമുള്ള ഒരു ഉൾനാടൻ ഗ്രാമം. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും ഏറെ അകലെ, വയലുകൾക്കും മൺപാതകൾക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വീട്. ആ വീടിന് മൺചുമരുകളായിരുന്നു. വേനൽക്കാലത്ത് ആ ചുമരുകൾ തീ പോലെ ചുട്ടുപൊള്ളും. മഴക്കാലത്താകട്ടെ മേൽക്കൂരയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി വീടിനകം മുഴുവൻ ഈർപ്പം നിറയും. ആ വീട്ടിലായിരുന്നു അമിത് താമസിച്ചിരുന്നത്. അമിത്തിന് വലിയ തറവാട്ടു മഹിമയോ ബാങ്ക് ബാലൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനെ അനുഗമിക്കാൻ അധികാരത്തിൻ്റെ ആളുകളോ പണത്തിൻ്റെ തിളക്കമോ ഇല്ലായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ആരെയും അതിശയിപ്പിക്കുന്ന വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ദരിദ്രമായ സാഹചര്യത്തിലും അവൻ്റെ ഉള്ളിൽ ഒരു അഗ്നി എരിഞ്ഞുകൊണ്ടിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ ശീതകാറ്റുകൾക്ക് പോലും കെടുത്താൻ കഴിയാത്ത ഒരു വാശി. അമിതിൻ്റെ അച്ഛൻ ഒരു സാധാരണ കർഷക തൊഴിലാളിയായിരുന്നു. കൊടും വെയിലിൽ പാടത്ത് പണിയെടുത്ത് കരിവാളിച്ച ശരീരവും വിണ്ടുകീറിയ കൈകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. ഓരോ വൈകുന്നേരവും തളർന്ന കണ്ണുകളോടെയും നിസ്സഹായ അവസ്ഥയോടെയും അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വരും. അമ്മയാകട്ടെ അയൽ വീടുകളിൽ പാത്രം കഴുകിയും വീട്ടുപണിയെടുത്തുമാണ് മകനെ പഠിപ്പിക്കാൻ പണം കണ്ടെത്തിയിരുന്നത്. പലപ്പോഴും പാത്രങ്ങളിലെ ഭക്ഷണാവിഷ്ടങ്ങൾക്കൊപ്പം ആ വീട്ടുകാരുടെ പരിഹാസവാക്കുകളും അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ദാരിദ്ര്യം അമിതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൈപ്പേറിയ സത്യമായിരുന്നു. എങ്കിലും അവൻ ഒരിക്കലും അതിനെ തൻ്റെ ബലഹീനതയാക്കി മാറ്റിയില്ല. ചെറുപ്പം മുതലേ പഠനത്തിൽ അമിത് വളരെ മിടുക്കനായിരുന്നു. ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലെ തകർന്ന ബെഞ്ചുകളിൽ ഇരിക്കുമ്പോൾ ജനാലയിലൂടെ പുറത്തെ വയലുകളിലേക്ക് നോക്കി അവൻ തൻ്റെ ഭാവി നെയ്തെടുത്തു. അവനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ എന്നത് വെറും 4 ചുവരുകളായിരുന്നില്ല, മറിച്ച് തൻ്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ഏക രക്ഷാമാർഗമായിരുന്നു. തൻ്റെ ചുറ്റുമുള്ള ലോകം അവനെ തളർത്താൻ ശ്രമിക്കുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ ഒരിക്കൽ താൻ മുട്ടുമടക്കിയാൽ ജീവിതകാലം മുഴുവൻ കുനിഞ്ഞു നിൽക്കേണ്ടി വരുമെന്ന് ആ 17കാരൻ ഉറച്ചു വിശ്വസിച്ചു. അമിതിൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് പുസ്തകങ്ങളിലായിരുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ രാത്രി വൈകിയും അവൻ പഠിച്ചു. കൂട്ടുകാരെല്ലാം കളിക്കാൻ പോകുമ്പോൾ അമിത് തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി തേടുകയായിരുന്നു. അവൻ്റെ അച്ഛൻ വീണ്ടുകീറിയ കൈകളും അമ്മയുടെ തളർന്ന മുഖവും അവനെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ഒരു ദിവസം ഞാൻ ഒരു വലിയ ഉദ്യോഗസ്ഥനാകും, അന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല എന്നതായിരുന്നു അവൻ്റെ ഏക ലക്ഷ്യം. ആ ഗ്രാമത്തിലെ പൊടി പിടിച്ച വഴികളിലൂടെ നടക്കുമ്പോൾ അമിത് ഒരു പുതിയ ചരിത്രം കുറിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അധികാരത്തിൻ്റെ കൊടുമുടിയിലേക്കുള്ള ആ യാത്രയുടെ ആദ്യ ചുവടുകൾ അവിടെ തുടങ്ങുകയായിരുന്നു. അമിത് തൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കുന്ന കാലത്താണ് കാവ്യ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതേ ഗ്രാമത്തിൽ തന്നെ ജനിച്ചു വളർന്ന പെൺകുട്ടിയായിരുന്നു കാവ്യ. ഒട്ടും ആഡംബരങ്ങളില്ലാത്ത വളരെ ലളിതമായി ജീവിക്കുന്ന പ്രകൃതം. ഗ്രാമത്തിലെ മറ്റ് പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല അവൾ. മിതഭാഷയിലായിരുന്നുവെങ്കിലും ഓരോ കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുന്ന സ്വഭാവമായിരുന്നു അവളുടേത്. അവളുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രത്യേക തരം ശാന്തത ഉണ്ടായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും തളരാത്ത ഒരു മനസ്സിനുടമയായിരുന്നു കാവ്യ എന്ന് അവളുടെ കണ്ണുകൾ പറയുമായിരുന്നു. അമിതിൻ്റെയും കാവ്യയുടെയും വിവാഹം വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് നടന്നത്. വലിയ ആൾക്കൂട്ടങ്ങളോ വാദ്യമേളങ്ങളോ പൊങ്ങച്ചങ്ങളോ ആ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല. 2 കുടുംബങ്ങളും അടുത്ത കുറച്ച് ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ആ ചടങ്ങ് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. അന്ന് ചുവന്ന സാരിയുടുത്ത് വധുവായി നിൽക്കുമ്പോൾ കാവ്യ കണ്ടത് അവളുടെ ഭാവിയായിരുന്നു. അമിത് അവളുടെ കൈ പിടിച്ചപ്പോൾ വെറും ഒരു ഭാര്യ എന്നതിലുപരി അവൻ്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള കരുത്തായി മാറുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. വിവാഹത്തിന് ശേഷം അമിത് കാവ്യയോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കാവ്യ, ഞാൻ ഇന്ന് ദരിദ്രനാണ്. എൻ്റെ കയ്യിൽ നിനക്ക് നൽകാൻ സ്വർണമോ പണമോ ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു, ഒരു ദിവസം ഞാൻ വലിയൊരു ഓഫീസർ ആകും. അന്ന് നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ നൽകും. അതുവരെ എൻ്റെ കൂടെ നിൽക്കാൻ നിനക്ക് കഴിയുമോ? കാവ്യ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ പുഞ്ചിരിയിൽ നിബന്ധനകളോ ചോദ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അമിതിൻ്റെ പദവിയോ പണമോ നോക്കിയല്ലായിരുന്നില്ല അവൾ അവനെ സ്നേഹിച്ചത്. തൻ്റെ ഭർത്താവിൻ്റെ കഠിനാധ്വാനത്തിലും സ്വപ്നങ്ങളിലും അവൾക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ വളരെ മനോഹരമായിരുന്നു. അവർ ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടു. പകൽ മുഴുവൻ അമിത് പുസ്തകങ്ങളിൽ മുഴുകുമ്പോൾ കാവ്യ വീട്ടുപണികൾക്കിടയിലും അവന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അവർക്ക് താമസിക്കാൻ ചെറിയൊരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവിടെ സ്നേഹത്തിന് കുറവുണ്ടായിരുന്നില്ല. എന്നാൽ യഥാർത്ഥ ജീവിതം സിനിമകളിൽ ഉള്ളതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല.
സ്വപ്നങ്ങൾ കാണുന്നത് എത്ര എളുപ്പമാണോ അത് യഥാർത്ഥമാക്കുക എന്നത് അത്രത്തോളം കഠിനമാണെന്ന് അവർ വൈകാതെ തിരിച്ചറിഞ്ഞു. അമിത് സിവിൽ സർവീസ് പരീക്ഷകൾക്കായി തയ്യാറെടുക്കാൻ തുടങ്ങി. രാപ്പകൽ വ്യത്യാസമില്ലാതെ അവൻ പഠനത്തിൽ മുഴുകി. ഓരോ പരീക്ഷാഫലം വരുമ്പോഴും അവർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കും. പക്ഷേ ഓരോ തവണയും പരാജയമായിരുന്നു ഫലം. ഈ പരാജയങ്ങൾ അമിതിനെ മാനസികമായി തളർത്തി തുടങ്ങി. വീട്ടിലെ ദാരിദ്ര്യം പടിവാതിൽക്കൽ വന്നു നിൽക്കുകയാണ്. അച്ഛൻ്റെ വരുമാനം ഒന്നിനും തികയാത്ത അവസ്ഥ. ഈ സാഹചര്യത്തിൽ കാവ്യ നിശബ്ദമായി ഒരു തീരുമാനമെടുത്തു. അമിതിൻ്റെ പഠനം മുടങ്ങാതിരിക്കാൻ അവൾ പുറത്തു പോയി ജോലി ചെയ്യാൻ നിശ്ചയിച്ചു. സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ഭർത്താവിൻ്റെ സ്വപ്നത്തിന് കാവൽ നിൽക്കാൻ തീരുമാനിച്ച കാവ്യയുടെ ആ നിശ്ചയദാർഢ്യമാണ് പിൽക്കാലത്ത് ആ കഥയിലെ ഏറ്റവും വലിയ ത്യാഗമായി മാറിയത്. പരാജയങ്ങളുടെ നടുവിലും അവർ പരസ്പരം താങ്ങായി നിന്നു. പക്ഷേ വിധിയുടെ പരീക്ഷണങ്ങൾ അവിടെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിന് ശേഷം അമിതിൻ്റെ ലോകം പുസ്തകങ്ങൾ മാത്രമായി മാറി. സബ് ഇൻസ്പെക്ടർ പരീക്ഷ മുതൽ സിവിൽ സർവീസ് വരെയുള്ള വിവിധ മത്സര പരീക്ഷകൾക്കായി അവൻ തയ്യാറെടുത്തു. പുലർച്ചെ അലാറം അടിക്കുന്നതിന് മുൻപേ അമിത് എഴുന്നേൽക്കും. രാത്രി വൈകി കണ്ണുകൾ തളരുന്നതുവരെ വായന തുടരും. ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഇത്തവണ ഉറപ്പായും കിട്ടുമെന്ന് അവൻ കാവ്യയോട് പറയുമായിരുന്നു. എന്നാൽ ഫലം വരുമ്പോൾ നേരിയ മാർക്കുകൾക്ക് അവൻ പുറത്താകും. പ്രിലിംസ് കടന്നാൽ മെയിൻ പരീക്ഷയിൽ പരാജയപ്പെടും, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ തട്ടി വീഴും. ഓരോ പരാജയവും അവൻ്റെ ആത്മവിശ്വാസത്തിൽ ഏൽപ്പിച്ച ആഘാതം ചെറുതായിരുന്നില്ല. ഈ സമയമെല്ലാം വീടിൻ്റെ അവസ്ഥ കൂടുതൽ ദയനീയമായിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് പഴയതുപോലെ പണിയെടുക്കാൻ കഴിയാതെയായി. വീട്ടിലെ അടുപ്പ് പുകയണമെങ്കിൽ പണം വേണം. അമിതിൻ്റെ പഠനത്തിന് പുതിയ പുസ്തകങ്ങളും കോച്ചിങ്ങും വേണം. ഈ സാഹചര്യത്തിലാണ് കാവ്യ തൻ്റെ സ്വപ്നങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ചത്. അവൾ ഗ്രാമത്തിലെ മറ്റു വീടുകളിൽ പണിക്ക് പോയി തുടങ്ങി. പാടത്ത് കൊയ്ത്തിനും കതിരെടുക്കാനും അവൾ മുന്നിട്ടിറങ്ങി. രാവിലെ വീട്ടിലെ പണികൾ തീർത്ത് അവൾ ജോലിക്ക് പോകും. വൈകുന്നേരം മടങ്ങി വരുമ്പോൾ അമിതിന് പഠിക്കാൻ ആവശ്യമായ സ്റ്റേഷനറി സാധനങ്ങളും ഭക്ഷണത്തിനുള്ള വകയും കരുതും. പലപ്പോഴും വീട്ടിൽ ഭക്ഷണം കുറവായിരിക്കും. അമിത് പഠനത്തിനിടയിൽ ക്ഷീണിക്കരുത് എന്ന് കരുതി കാവ്യ തൻ്റെ വിഹിതം കൂടി അവന് നൽകും. എനിക്ക് വിശപ്പില്ല, ഞാൻ നേരത്തെ കഴിച്ചു എന്ന് അവൾ പുഞ്ചിരിയോടെ പറയുമായിരുന്നു. പക്ഷേ ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒഴിഞ്ഞ വയറിൻ്റെ വേദന അമിത് തിരിച്ചറിഞ്ഞില്ല. അവൾ പണിയെടുത്തു കൊണ്ടുവരുന്ന പണം കൊണ്ട് അമിത് തൻ്റെ നോട്ട്സുകൾ വാങ്ങി. കാവ്യയുടെ കൈകൾ പണിയെടുത്ത് തഴമ്പിച്ചു. അവളുടെ പ്രായത്തിന് ചേരാത്ത ക്ഷീണം ആ മുഖത്ത് പടർന്നു. പക്ഷേ അമിത് പുസ്തകങ്ങളിൽ നിന്ന് തലയുയർത്തുമ്പോഴെല്ലാം അവൾക്ക് സന്തോഷമായിരുന്നു. യഥാർത്ഥ പ്രശ്നം തുടങ്ങിയത് പുറത്തുള്ളവരുടെ സംസാരങ്ങളിലൂടെയാണ്. ഗ്രാമത്തിലെ ചായക്കടകളിലും വീട്ടുപിറകിലും ആളുകൾ അമിതിനെ പരിഹസിച്ചു തുടങ്ങി. ഇത്രയും പഠിച്ചിട്ട് എന്ത് കാര്യം, പെണ്ണ് പണിയെടുത്ത് വേണം ഇവന് തിന്നാൻ എന്ന വാക്കുകൾ കാറ്റിലൂടെ അമിതിൻ്റെ ചെവിയിലും എത്തി. പുരുഷാധിപത്യം നിറഞ്ഞ ആ ഗ്രാമത്തിൽ ഭാര്യയുടെ വരുമാനത്തിൽ കഴിയുന്ന ഒരാളായി അമിത് ചിത്രീകരിക്കപ്പെട്ടു. അമിത് ഒരു കഴിവുകെട്ടവനാണെന്ന മുദ്ര നാട്ടുകാർ അവന് കുത്തി നൽകി. ഈ വാക്കുകൾ അമിതിൻ്റെ ഉള്ളിൽ വലിയൊരു മുറിവായി മാറി. തൻ്റെ പരാജയങ്ങൾ കാവ്യയെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണോ എന്ന ചിന്ത അവനെ വേട്ടയാടി. സ്വന്തം പരാജയത്തേക്കാൾ അധികം മറ്റുള്ളവരുടെ പരിഹാസം അവനെ തളർത്തി. സമാധാനമായി പഠിക്കാൻ കഴിയാത്ത വിധം മാനസിക സംഘർഷം അവനെ പിടികൂടി. ഒരു വശത്ത് ദാരിദ്ര്യം, മറുവശത്ത് സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലുകൾ. ഇതിനിടയിൽ അമിതിൻ്റെ സ്വപ്നങ്ങൾ വല്ലാതെ ഉലഞ്ഞുപോയി. കാവ്യ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അമിതിൻ്റെ ഉള്ളിലെ അപകർഷതാബോധം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ തകർച്ച അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റാൻ പോകുന്ന ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ തുടക്കമായിരുന്നു. ഗ്രാമത്തിലെ പരിഹാസങ്ങൾ അമിതിൻ്റെ സഹനശക്തിയെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഓരോ പരാജയത്തിനു ശേഷവും നാട്ടുകാരുടെ നോട്ടം അവന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഭാര്യയുടെ അധ്വാനത്തിൽ സുഖമായി കഴിയുന്നവൻ എന്ന ലേബൽ അവൻ്റെ പുരുഷത്വത്തെയും ആത്മാഭിമാനത്തെയും വല്ലാതെ മുറിപ്പെടുത്തി. ഈ അപകർഷതാബോധം അമിതിനെ പതുക്കെ ഒരു അന്തർമുഖനാക്കി മാറ്റി. അവൻ ആരോടും സംസാരിക്കാതെയായി. കാവ്യയോട് പോലും അകലം പാലിച്ചു. തൻ്റെ പരാജയത്തിന് കാരണം ഈ സാഹചര്യമാണെന്നും താൻ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരുന്നാലേ വിജയിക്കൂ എന്നും അവൻ ചിന്തിച്ചു തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം വളരെ നിസ്സാരമായ ഒരു കാര്യത്തെ ചൊല്ലി അവർക്കിടയിൽ തർക്കമുണ്ടായി. പരീക്ഷാഫലം വന്ന അന്ന് അമിത് വീണ്ടും പരാജയപ്പെട്ട വാർത്ത അറിഞ്ഞ് സങ്കടത്തിലായിരുന്നു. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന കാവ്യ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ല അമിത്, അടുത്ത തവണ നമുക്ക് നോക്കാം, നിനക്ക് കഴിവുണ്ടെന്ന് എനിക്കറിയാം എന്നവൾ പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾ അമിതിന് ആശ്വാസമല്ല, മറിച്ച് പരിഹാസമായാണ് തോന്നിയത്. അവൻ്റെ ഉള്ളിൽ അണ പൊട്ടി നിന്ന സങ്കടവും ദേഷ്യവും വാക്കുകളായി പുറത്തു വന്നു.
എനിക്ക് നിന്റെ സഹതാപം വേണ്ട. നിന്റെ അധ്വാനത്തിൽ ഞാൻ കഴിയുന്നു എന്ന് നാട്ടുകാർ പറയുന്നത് കേട്ട് എനിക്ക് മടുത്തു. നിന്റെ ഈ സഹായമാണ് എൻ്റെ പരാജയം. എൻ്റെ കാരണം കൊണ്ട് നിന്റെ ജീവിതം നശിച്ചുപോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകുമല്ലോ. എങ്കിൽ അത് വേണ്ട, അമിത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാവ്യ സ്തംഭിച്ചു പോയി. ഞാൻ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും സഹിച്ച പട്ടിണികൾക്കും പ്രതിഫലമായി അമിത്തിൽ നിന്നും ഇങ്ങനെയൊരു മറുപടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരല്ല, മറിച്ച് എന്തോ ഒന്ന് തകർന്നടിയുന്ന ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ നിശബ്ദയായി നിന്നു. വാക്കുകൾക്ക് കത്തിയേക്കാൾ മൂർച്ചയുണ്ടെന്ന് അവൾ അന്ന് തിരിച്ചറിഞ്ഞു. ഈ തർക്കം ഗ്രാമത്തിലെ ബന്ധുക്കൾക്കും നാട്ടുകാരിലും അറിഞ്ഞു. അമിത്തിന്റെ വീട്ടുകാർക്ക് കാവ്യയോട് പണ്ടേ ചില നീരസങ്ങൾ ഉണ്ടായിരുന്നു. അമിത്തിന്റെ പരാജയത്തിന് കാരണം കാവ്യയുടെ ശകുനപ്പിഴവാണെന്നും വരെ ചിലർ പറഞ്ഞുണ്ടാക്കി. അവസാനം ആ ബന്ധം വേർപെടുത്താൻ ഗ്രാമപഞ്ചായത്തും ബന്ധുക്കളും തീരുമാനിച്ചു. അമിത് തന്റെ വാശിയിൽ ഉറച്ചു നിന്നു. കാവ്യയാകട്ടെ ആർക്കും ഒരു ഭാരമാകാൻ ആഗ്രഹിച്ചിരുന്നുമില്ല. കോടതിയിൽ കടലാസുകളിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒപ്പിട്ടതോടെ വർഷങ്ങളുടെ പ്രണയവും വിവാഹ ബന്ധവും അവസാനിച്ചു. വിവാഹമോചനത്തിന് ശേഷം കാവ്യ തൻ്റെ ചെറിയ ഭാഗമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവളുടെ കയ്യിൽ പണമോ സ്വർണമോ ഉണ്ടായിരുന്നില്ല. മടങ്ങിപ്പോകാൻ സ്വന്തം വീട്ടിൽ അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പുമില്ലായിരുന്നു. ഇറങ്ങിപ്പോകുമ്പോൾ അവൾ അമിത്തിനെ നോക്കി അവസാനമായി ഒരു വാചകം മാത്രം പറഞ്ഞു. അമിത്, ഞാൻ നിന്നെ സഹായിച്ചത് എൻ്റെ കടമയായിട്ടല്ല, സ്നേഹമായിട്ടാണ്. വിധി എന്തെങ്കിലും നിനക്ക് അവസരം നൽകിയാൽ നീ നിന്നെ തന്നെ ഓർത്ത് വേദനിക്കും. അന്ന് നിനക്ക് നഷ്ടപ്പെട്ടത് എന്തിനെയാണെന്ന് നീ തിരിച്ചറിയും. അവൾ നടന്നു. അമിത് ഒരു കല്ല് പോലെ അവിടെ നിന്നു. തൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ താൻ ഒഴിവാക്കിയത് ഒരു ഭാരത്തെയല്ല, മറിച്ച് തൻ്റെ ജീവനെയായിരുന്നു എന്ന് തിരിച്ചറിയാൻ അമിത്തിന് അന്ന് കഴിഞ്ഞില്ല. ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള ഒരു പൊളിഞ്ഞ കൂരയിലേക്ക് കാവ്യ താമസം മാറി. അമിത് ആകട്ടെ തൻ്റെ ലക്ഷ്യം തേടി പഠന എന്ന വലിയ നഗരത്തിലേക്ക് യാത്രയായി. ആ വേർപിരിയൽ അവർ രണ്ടുപേരെയും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലേക്ക് എത്തിച്ചു. അമിത് അധികാരത്തിലേക്ക് നടക്കുമ്പോൾ കാവ്യ തൻ്റെ ആത്മാഭിമാനത്തോടുള്ള ഏകാന്തത ജീവിതത്തിലേക്ക് നീങ്ങി. ഗ്രാമം വിട്ട് പട്ന എന്ന വലിയ നഗരത്തിലേക്ക് എത്തുമ്പോൾ അമിതിൻ്റെ കയ്യിൽ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് കുറച്ച് പഴയ പുസ്തകങ്ങളും ഒരു വലിയ ലക്ഷ്യവും മാത്രമായിരുന്നു. നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അവൻ തികച്ചും അപരിചിതനായിരുന്നു. പരിചയക്കാരോ ബന്ധുക്കളോ ഇല്ലാത്ത ആ നഗരത്തിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവൻ ചിലവഴിച്ചത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലായിരുന്നു. തണുത്ത സിമന്റ് തറയിൽ കിടക്കുമ്പോൾ മുകളിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകളുടെ ശബ്ദത്തേക്കാൾ ഉറക്കെ അവൻ്റെ ഉള്ളിൽ കാവ്യയുടെ അവസാന വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. പട്ന ഒരു വലിയ നഗരമാണ്. അത് സ്വപ്നങ്ങൾ കാണുന്നവർക്ക് അവസരം നൽകുന്നതോടൊപ്പം തന്നെ കരുണയില്ലാത്ത അവരെ തകർക്കുകയും ചെയ്യും. അമിതിന് ജീവിക്കാൻ ഒരു ജോലി അത്യാവശ്യമായിരുന്നു. പകൽ സമയം മുഴുവൻ അവൻ നഗരത്തിലെ ചായക്കടകളിലും ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു. അവസാനം ഒരു ചെറിയ ധാബയിൽ പാത്രം കഴുകുന്ന ജോലി അവന് ലഭിച്ചു. കത്തുന്ന വെയിലിൽ പണിയെടുക്കുമ്പോൾ അവൻ്റെ ശരീരം തളർന്നു. അഴുക്കുവെള്ളത്തിൽ കൈകൾ മുക്കി മണിക്കൂറുകളോളം പാത്രങ്ങൾ വൃത്തിയാക്കുമ്പോൾ അവൻ്റെ വിരലുകൾ വീണ്ടും കീറി. രാത്രിയാകുമ്പോൾ മിച്ചം വരുന്ന ഭക്ഷണം കഴിച്ച് അവൻ വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് മടങ്ങും. ക്ഷീണം കൊണ്ട് ശരീരം തളരുമ്പോഴും രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ തൻ്റെ പുസ്തകങ്ങൾ തുറക്കും. പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന മറ്റ് ആളുകൾ അവനെ പരിഹാസത്തോടെ നോക്കി. ഇവൻ ആരാണ്? പകൽ മുഴുവൻ പാത്രം കഴുകിയിട്ട് രാത്രി കളക്ടറാകാൻ പഠിക്കുകയാണോ എന്ന് അവർ പരസ്പരം ചോദിച്ചു. പക്ഷേ അമിത് ആരെയും ശ്രദ്ധിച്ചില്ല. അവൻ ഇപ്പോൾ പരാജയപ്പെടാൻ ഭയപ്പെടുന്നവനല്ല, മറിച്ച് വിജയിച്ചേ മതിയാകൂ എന്ന് ഉറപ്പിച്ചവനാണ്. ദാരിദ്ര്യവും വിശപ്പും അവന് ശീലമായി കഴിഞ്ഞിരുന്നു. പല ദിവസങ്ങളിലും വെള്ളം മാത്രം കുടിച്ച് രാത്രികൾ തള്ളി നീക്കി. ഒരു രാത്രിയിൽ കഠിനമായ പനി പിടിച്ച് അമിത് സ്റ്റേഷനിൽ ബോധരഹിതനായി വീണു. ഭക്ഷണവും ഉറക്കവും ഇല്ലാത്ത കഠിനാധ്വാനം അവൻ്റെ ആരോഗ്യത്തെ തകർത്തിരുന്നു. ആരും തിരിഞ്ഞു നോക്കാത്ത ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ അവൻ്റെ അടുത്തേക്ക് വന്നു. ലളിതമായ വസ്ത്രം ധരിച്ച പ്രായമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ശിവശങ്കർ പ്രസാദ് എന്ന റിട്ടയർഡ് പ്രൊഫസർ ആയിരുന്നു. അമിതിൻ്റെ കയ്യിലുള്ള സിവിൽ സർവീസ് പുസ്തകങ്ങൾ കണ്ട അദ്ദേഹം അവനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ശിവശങ്കർ പ്രസാദിൻ്റെ വീട്ടിൽ ഒരു ചെറിയ മുറിയിൽ അമിതിന് അഭയം ലഭിച്ചു. അവിടെ വെച്ചാണ് അവൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിച്ചത്. വിജയം എന്നത് പദവികൾ നേടുകയല്ല, മറിച്ച് നിന്നെ തന്നെ നീ തിരിച്ചറിയുന്നതാണ് എന്ന് പ്രൊഫസർ അവനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. അവിടെ ഇരുന്നു അമിത് വീണ്ടും പഠിച്ചു തുടങ്ങി. നഗരത്തിലെ
ലൈബ്രറികൾ മണിക്കൂറുകളോളം അവൻ ചിലവഴിച്ചു. കാവ്യയുടെ ഓർമ്മകൾ അവനെ വേദനിപ്പിച്ചിരുന്നെങ്കിലും ആ വേദനയെ അവൻ പഠനത്തിലുള്ള ഊർജമാക്കി മാറ്റി. അമിതിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണഘട്ടമായിരുന്നു അത്. തന്റെ വ്യക്തിത്വം വീണ്ടെടുക്കാനും ലോകത്തിനു മുന്നിൽ താൻ ആരാണെന്ന് തെളിയിക്കാനുമുള്ള അവസാന പോരാട്ടത്തിലായിരുന്നു അമിത്. നഗരത്തിലെ ആ ഏകാന്തത അവനെ കൂടുതൽ കരുത്തനാക്കി മാറ്റുകയായിരുന്നു. പ്രൊഫസർ ശിവശങ്കർ പ്രസാദിന്റെ വീട്ടിൽ ആ ചെറിയ മുറി അമിതിന് കേവലം ഒരു അഭയസ്ഥാനം മാത്രമായിരുന്നില്ല, മറിച്ച് അവന്റെ സ്വപ്നങ്ങളുടെ പരീക്ഷണശാലയായിരുന്നു. പ്രൊഫസർ അവന് നൽകിയത് ഭക്ഷണവും താമസവും മാത്രമല്ല, തകർന്നു പോയ അവന്റെ ആത്മവിശ്വാസത്തിന് ഒരു പുതിയ കരുത്തു കൂടിയായിരുന്നു. അമിത്, ലോകം നിന്നെ തോൽപ്പിച്ചുവെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റാണ്. ലോകം നിന്നെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ പരീക്ഷയിൽ ജയിക്കുന്നവനാണ് ചരിത്രം കുറിക്കുന്നത്. പ്രൊഫസറുടെ ഈ വാക്കുകൾ അമിതിന്റെ ഉള്ളിലെ കെട്ടുപോയ കനലുകളെ വീണ്ടും ജ്വലിപ്പിച്ചു. അമിത് വീണ്ടും കഠിനമായി തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇത്തവണ അവന്റെ പഠന രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ കാണാതെ പഠിക്കുന്നതിന് പകരം വിഷയങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ അവൻ പഠിച്ചു. നഗരത്തിലെ വലിയ ലൈബ്രറികളിൽ പുലർച്ചെ മുതൽ രാത്രി വരെ അവൻ ചിലവഴിച്ചു. പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ലാത്തപ്പോൾ ലൈബ്രറിയിലെ മൂലയിലിരുന്നു അവൻ കുറിപ്പുകൾ തയ്യാറാക്കി. പലപ്പോഴും ഉച്ചഭക്ഷണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒതുക്കി. വിശപ്പ് വയറിനെ ദഹിപ്പിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ പുസ്തകത്താളുകളിൽ ഉറച്ചു നിന്നു. എങ്കിലും വിധി അവനെ വീണ്ടും പരീക്ഷിച്ചു. സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യ ശ്രമത്തിൽ അവൻ പ്രിലിംസ് കടന്നുവെങ്കിലും മെയിൻ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ആ വാർത്ത കേട്ടപ്പോൾ അമിത് തളർന്നുപോയി. തന്റെ കഠിനാധ്വാനമെല്ലാം വെറുതെയാകുകയാണോ എന്ന് അവൻ ഭയപ്പെട്ടു. രണ്ടാമത്തെ ശ്രമത്തിലും ഫലം മറ്റൊന്നായിരുന്നില്ല. പരാജയങ്ങൾ തുടർച്ചയായപ്പോൾ അമിതിന്റെ ഉള്ളിൽ വീണ്ടും അപകർഷതാബോധം തലപൊക്കി. എനിക്കിത് സാധിക്കില്ലേ? നാട്ടുകാർ പറഞ്ഞത് ശരിയായിരുന്നോ? ഈ ചോദ്യങ്ങൾ അവനെ വേട്ടയാടി. ആ രാത്രികളിൽ അവൻ കാവ്യയെ ഒരുപാട് ഓർത്തു. താൻ പരാജയപ്പെടുമ്പോൾ അവൾ നൽകിയിരുന്ന ആ നിശബ്ദമായ പിന്തുണയുടെ വില അവൻ അന്ന് തിരിച്ചറിഞ്ഞു. അവൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാൾ ഉണ്ടാകുമായിരുന്നു. ഒരിക്കൽ കൂടി പരാജയപ്പെട്ട അമിതിനെ പ്രൊഫസർ അടുത്ത് വിളിച്ചു. അമിത്, നീ തോൽക്കുന്നത് നീ നിർത്തുന്ന ദിവസം മാത്രമാണ്. നീ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ലക്ഷ്യം IAS എന്ന പദവി മാത്രമാണെങ്കിൽ നീ ഈ പരാജയത്തിൽ വീണു പോകും. എന്നാൽ നിന്റെ ലക്ഷ്യം നിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കലാണെങ്കിൽ നീ വീണ്ടും എഴുന്നേൽക്കും. ഈ വാക്കുകൾ അമിതിന് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകി. അവൻ തന്റെ പരാജയങ്ങളെ വിശകലനം ചെയ്തു. എവിടെയാണ് തനിക്ക് പിഴച്ചതെന്ന് അവൻ സ്വയം കണ്ടെത്തി. അടുത്ത ഒരു വർഷം അമിത് ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അവൻ ഉറക്കവും വിശപ്പും മറന്നു പഠിച്ചു. തന്റെ ഓരോ ഉത്തരവും എങ്ങനെ മികച്ചതാക്കാം എന്ന് അവൻ നിരന്തരം പരിശീലിച്ചു. പരാജയപ്പെട്ട ഓരോ നിമിഷവും അവന് വിജയത്തിലേക്കുള്ള പാഠങ്ങളായി മാറി. താൻ ഉപേക്ഷിച്ച കാവ്യയോടുള്ള പ്രായശ്ചിത്തം തന്റെ വിജയമാണെന്ന് അവൻ വിശ്വസിച്ചു. ഒടുവിൽ ആ വലിയ പരീക്ഷയുടെ ദിവസം വന്നു. വളരെ ശാന്തമായി, എന്നാൽ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെ അമിത് പരീക്ഷ എഴുതി. ഇത്തവണ അവൻ പഠിച്ചത് വിജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് താൻ ആരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയായിരുന്നു. ഫലം കാത്തിരുന്ന ആ ദിവസങ്ങളിൽ അമിതിന്റെ ഉള്ളിൽ ഒരു അത്ഭുതകരമായ ശാന്തത ഉണ്ടായിരുന്നു. തന്റെ ഭാഗം താൻ ഭംഗിയായി ചെയ്തു എന്ന സംതൃപ്തി അവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയിരുന്നു. നീണ്ട കാത്തിരിപ്പിനും കഠിനമായ പ്രാർത്ഥനയ്ക്കും ഒടുവിൽ ആ സുപ്രഭാത ദിവസം വന്നെത്തി. സിവിൽ സർവീസ് പരീക്ഷയുടെ അന്തിമ ഫലം പ്രസിദ്ധീകരിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയ അമിത് വിശ്വസിക്കാനാവാതെ കണ്ണുകൾ തിരുമ്മി. പട്ടികയിൽ ആദ്യ 10 പേർക്കുള്ളിൽ അവന്റെ പേരുണ്ടായിരുന്നു. അമിത് കുമാർ, ഓൾ ഇന്ത്യ റാങ്ക് 7. ആ നിമിഷം ലോകം നിശ്ചലമായതുപോലെ അവന് തോന്നി. ഇത്രയും കാലം അനുഭവിച്ച പരിഹാസങ്ങൾ, പട്ടിണി, റെയിൽവേ സ്റ്റേഷനിലെ തണുത്ത രാത്രികൾ, ധാബയിലെ പാത്രം കഴുകൽ, എല്ലാം ഒരു ചലച്ചിത്രത്തിനെ പോലെ അവന്റെ കണ്ണുകളിലൂടെ കടന്നുപോയി. സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിയ അമിത് നേരെ ഓടിയത് പ്രൊഫസർ ശിവശങ്കർ പ്രസാദിന്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു. അത് വിജയത്തിന്റെ ആഹ്ലാദമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന വേദനയുടെ കഷ്ടപ്പാടിന്റെയും പുറത്തുപോക്കമായിരുന്നു. പ്രൊഫസർ അവനെ എഴുന്നേൽപ്പിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമിത്, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഓർക്കുക, IAS എന്നത് വെറും ഒരു പദവിയല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. അധികാരം നിന്നെ അഹങ്കാരിയാക്കരുത്, മറിച്ച് കൂടുതൽ വിനീതനാക്കണം. അമിതിന്റെ വിജയം ഗ്രാമത്തിൽ വലിയ വാർത്തയായി.
ഒരിക്കൽ അവനെ പെണ്ണിന്റെ ചെലവിൽ കഴിയുന്നവൻ എന്ന് വിളിച്ച് പരിഹസിച്ചവർ ഇന്ന് അവന്റെ പേര് അഭിമാനത്തോടെ പറയാൻ മത്സരിച്ചു. മാധ്യമങ്ങൾ അവന്റെ വീട്ടിന്റെ മുന്നിൽ അടിച്ചുകൂടി. എന്നാൽ അമിത് ആ വിജയാഘോഷങ്ങളിൽ ഒന്നും പങ്കുചേർന്നില്ല. അവന്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത അനുഭവപ്പെട്ടു. ആ വിജയവാർത്ത പങ്കുവെക്കാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ കൂടെയില്ല എന്ന സത്യം അവനെ വല്ലാതെ നോവിച്ചു. കാവ്യ, അവൾ തന്റെ വിജയത്തിനായി എത്രയോ രാത്രികളിൽ പട്ടിണി കിടന്നിരുന്നു. തന്റെ പഠനത്തിനായി അവൾ സ്വന്തം കൈകൾ പണിയെടുത്തു തഴമ്പിച്ചിരിക്കുന്നു. ഇന്ന് താൻ ഈ നിലയിലെത്തിയപ്പോൾ അവൾ എവിടെയായിരിക്കും? ട്രെയിനിങ് കാലയളവിൽ അമിത് ഒരു പുതിയ മനുഷ്യനായി മാറി. ലണ്ടനിലെ മസൂറയിലുള്ള അക്കാദമിയിലെ ദിനങ്ങൾ അവനെ ഒരു മികച്ച ഭരണാധികാരിയാക്കി മാറ്റി. നിയമങ്ങളും ചട്ടങ്ങളും പഠിക്കുന്നതിനൊപ്പം സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിലായിരുന്നു അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഓരോ തവണ കണ്ണാടിയിൽ നോക്കുമ്പോഴും താൻ ധരിച്ചിരിക്കുന്ന IAS യൂണിഫോമിനേക്കാൾ തിളക്കം കാവ്യയുടെ ആ പഴയ മൺകൂരയ്ക്കാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ട്രെയിനിങ് കഴിഞ്ഞ് തൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ലഭിച്ചപ്പോൾ അമിത് ഒരു തീരുമാനമെടുത്തു. അധികാരം കൈവന്നപ്പോൾ താൻ പഴയ കാര്യങ്ങൾ മറന്നു പോകരുത്. ഓരോ ഫയലിലും ഒപ്പിടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഓരോ ദരിദ്രൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ ചിന്തിച്ചു. അധികാരത്തിൻ്റെ തിളക്കത്തിനിടയിലും അവൻ്റെ മനസ്സ് ഗ്രാമത്തിലെ ആ പഴയ വിളികളിലേക്ക് നിരന്തരം യാത്ര ചെയ്തു. അവിടെയോ ഒരു ചെറിയ കൂരയിൽ തന്നെ കാത്തിരിക്കാത്ത എന്നാൽ തൻ്റെ വിജയത്തിന് അടിത്തറ പാകിയ ആ സ്ത്രീയെ കണ്ടെത്തണമെന്ന ആഗ്രഹം അവനിൽ ശക്തമായി. IAS അമിത് കുമാർ ഇന്ന് ഒരു അധികാര കേന്ദ്രമാണ്. പക്ഷേ അവൻ്റെ ഹൃദയം ഇന്നും ആ പഴയ അമിതായി തന്നെ തുടർന്നു. ഭാഗ്യം കടാക്ഷിച്ചപ്പോൾ താൻ ഉപേക്ഷിച്ച ആത്മാവിനെ തേടി പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ. അമിത് വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി കയറുമ്പോൾ കാവ്യ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ആ പഴയ മൺകൂരയിൽ തന്റെ ജീവിതം കരുപിടിപ്പിക്കുകയായിരുന്നു. അമിതുമായുള്ള വേർപിരിയൽ അവളെ തളർത്തിയില്ല എന്നല്ല, മറിച്ച് തളരാൻ അവൾക്ക് സമയമില്ലായിരുന്നു എന്നതാണ് സത്യം. മടങ്ങിപ്പോകാൻ ഒരുമിടയില്ലാത്തവൾക്ക് സ്വന്തം അധ്വാനം മാത്രമായിരുന്നു ഏക അഭയം. ഗ്രാമവാസികൾ തുടക്കത്തിൽ അവളെ ഒരു വിവാഹമോചിത എന്ന നിലയിൽ സംശയത്തോടെയും പരിഹാസത്തോടെയും നോക്കിയിരുന്നു. എന്നാൽ കാവ്യ ആരോടും പരാതി പറഞ്ഞില്ല. ആരുടെയും സഹതാപം അവൾക്ക് വേണ്ടിയിരുന്നില്ല. വെളുപ്പിന് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ കാവ്യയുടെ ദിവസം തുടങ്ങും. പാടത്തെ പണികൾ കഴിഞ്ഞാൽ അവൾ തൻ്റെ ക്യൂരയ്ക്ക് മുന്നിൽ ചെറിയൊരു തണലൊരുക്കി ഗ്രാമത്തിലെ ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. പണമില്ലാത്തതിനാൽ പഠനം മുടങ്ങിയ ആ കുട്ടികൾക്ക് കാവ്യ വെറും ഒരു അധ്യാപികയല്ല, കാവ്യ ദീദി എന്ന സ്നേഹരൂപമായിരുന്നു. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതം എങ്ങനെ അന്തസ്സോടെ ജീവിക്കണമെന്നും അവൾ അവരെ പഠിപ്പിച്ചു. കുട്ടികൾ അവൾക്ക് നൽകിയിരുന്ന സ്നേഹമായിരുന്നു അവളുടെ ഏക സമ്പാദ്യം. ചിലപ്പോൾ ഏതെങ്കിലും കുട്ടിയുടെ അമ്മ കൊണ്ടുവരുന്ന ഒരു കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ പാടത്തു നിന്ന് കിട്ടുന്ന കുറച്ച് ധാന്യമോ ആയിരിക്കും അവളുടെ അന്നത്തെ ഭക്ഷണം. വർഷങ്ങൾ കടന്നുപോയതോടെ കാവ്യയുടെ രൂപത്തിൽ മാറ്റം വന്നു. കഠിനാധ്വാനം അവളുടെ വിരലുകളെ പരുക്കനാക്കി. മുഖത്ത് പ്രായത്തിനു മുൻപേ ചുളിവുകൾ വീണു. എങ്കിലും ആ കണ്ണുകളിലെ തിളക്കം മാഞ്ഞില്ല. ഒരിക്കൽ ഗ്രാമത്തിൽ വലിയൊരു പ്രളയം ഉണ്ടായപ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് അവൾ കുട്ടികളെയും പ്രായമായവരും സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചത്. അന്ന് ഗ്രാമവാസികൾ തിരിച്ചറിഞ്ഞു, ഈ സ്ത്രീ ഒരു അബലയല്ല, മറിച്ച് തങ്ങളെ സംരക്ഷിക്കാൻ കരുത്തുള്ളവളാണ് എന്ന്. സർക്കാർ സഹായങ്ങൾ വന്നപ്പോൾ സ്വന്തം പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. തന്നേക്കാൾ കഷ്ടപ്പെടുന്നവർക്ക് അത് നൽകാൻ അവൾ ആവശ്യപ്പെട്ടു. കാവ്യയുടെ കൂര പതുക്കെ ഗ്രാമത്തിന്റെ ആശ്രയ കേന്ദ്രമായി മാറി. ആർക്കെങ്കിലും ഒരു സങ്കടമുണ്ടായാൽ അവൾ ആദ്യം ഓടിയെത്തുന്നത് കാവ്യയുടെ അടുത്തേക്കായിരുന്നു. പക്ഷേ ആ കൂരയ്ക്കുള്ളിലെ ഏകാന്തത കാവ്യയെ പലപ്പോഴും വേട്ടയാടി. രാത്രിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ തുന്നൽ പണികൾ ചെയ്യുമ്പോൾ അവൾ അമിതിനെ ഓർക്കും. അവൻ എവിടെയായിരിക്കും? അവൻ സ്വപ്നം കണ്ടതുപോലെ ഒരു വലിയ ഓഫീസർ ആയിട്ടുണ്ടാകുമോ? പത്രങ്ങളിലോ റേഡിയോയിലോ ഒരു ഉദ്യോഗസ്ഥന്റെ പേര് കേൾക്കുമ്പോൾ അവൾ അറിയാതെ കാതോർക്കും. അവൻ തന്നെ മറന്നു കാണും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എങ്കിലും അവന്റെ വിജയത്തിനായി അവൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു. ശരീരം പതുക്കെ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. പോഷകാഹാരക്കുറവും വിശ്രമമില്ലാത്ത പണിയും അവളെ രോഗിയാക്കി. എങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അവൾ വീണ്ടും പണികൾക്ക് ഇറങ്ങും. എനിക്ക് ഒന്നുമില്ല എന്ന് അവൾ ലോകത്തോട് പുഞ്ചിരിയോടെ പറഞ്ഞു. കാവ്യയ്ക്ക് തൻ്റെ ജീവിതത്തോട് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നെയ്തെടുത്ത സ്വപ്നങ്ങൾ മറ്റൊരാളുടെ വിജയത്തിന് അടിത്തറയാണെന്ന സത്യം അവൾക്ക് മാത്രം അറിയാമായിരുന്നു. ഗ്രാമത്തിലെ ആ ചെറിയ മൺകൂരയിൽ അധികാരമോ പണമോ ഇല്ലാതെ തന്നെ അവൾ ഒരു വലിയ മനുഷ്യനായി ജീവിച്ചു. അമിത് അധികാരത്തിൻ്റെ ലോകത്ത് തിരക്കിലായിരിക്കുമ്പോൾ കാവ്യ സ്നേഹത്തിൻ്റെ ലോകത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. എന്നാൽ വിധി അവർക്കായി ഒരു അപ്രതീക്ഷിത കൂടിക്കാഴ്ച ബാക്കി വെച്ചിരുന്നു.
ആ വർഷം ആ ജില്ലയിലെ പുതിയ കളക്ടറായി അമിത് കുമാർ ചാർജ് എടുത്തു. ഗ്രാമങ്ങൾ സന്ദർശിച്ച് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ തീരുമാനം. അങ്ങനെ ഒരു ദിവസം പണ്ട് താൻ ഒഴിഞ്ഞ കൈകളുമായി പടിയിറങ്ങിയ തന്റെ പഴയ ഗ്രാമത്തിലേക്ക് അമിത് തിരിച്ചെത്തി. കറുത്ത ഗ്ലാസുകൾ വെച്ച ഔദ്യോഗിക വാഹനം ഗ്രാമവഴിയിലൂടെ പൊടി പടർത്തി നീങ്ങുമ്പോൾ പോലീസ് ജീപ്പുകളിൽ മറ്റു ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിച്ചു. ഗ്രാമവാസികൾ ആവേശത്തോടെയും ആദരവോടെയും ആ വാഹനത്തിനു ചുറ്റും കൂടി. കളക്ടർ സാഹിബ് തങ്ങളുടെ ഗ്രാമക്കാരനാണെന്ന വാർത്ത അവരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഗ്രാമത്തിന്റെ ഓരോ മുക്കുമൂലയും പരിശോധിച്ച ശേഷം അമിത് ആ പഴയ വഴിയിലൂടെ അവസാനത്തിലേക്ക് നോക്കി. അവിടെ കാട് പിടിച്ച പാടങ്ങൾക്കിടയിൽ ആ പഴയ മൺകൂര ഇന്നും നിലനിൽക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്നിറങ്ങിയ അമിത് തന്റെ ഔദ്യോഗസ്ഥരോട് അവിടെ തന്നെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം തനിച്ച് ആ കൂരയിലേക്ക് നടന്നു. അകലെ നിന്ന് തന്നെ ഒരു സ്ത്രീയുടെ ചുമയും കുട്ടികളുടെ ബഹളവും അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. കൂരയുടെ അടുത്തെത്തിയപ്പോൾ താൻ പണ്ട് ഉപേക്ഷിച്ചു പോയ ആ ജീവിതത്തിന്റെ ശേഷിപ്പുകൾ കണ്ട് അമിത്തിന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അമിത് വാതിലിൽ പതുക്കെ തട്ടി. അകത്തുനിന്ന് ക്ഷീണിതമായ ഒരു സ്വരത്തിൽ മറുപടി വന്നു. "ആരാണ്? കുട്ടികളാണോ?" വാതിൽ തുറന്നത് കാവ്യയായിരുന്നു. വെളുത്ത കോട്ടൺ സാരി ധരിച്ച, നരച്ച മുടിയും വറ്റിയ കണ്ണുകളുമുള്ള ഒരു സ്ത്രീ. ഒരു നിമിഷം ഇരുവരും നിശബ്ദരായി നിന്നു. അമിത് തന്റെ ഔദ്യോഗിക വേഷത്തിലായിരുന്നു. കൈകളിൽ അധികാരത്തിന്റെ ചിഹ്നങ്ങളും കണ്ണുകളിൽ പതിവിടെ ഗാംഭീര്യവും. പക്ഷേ കാവ്യയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ ഗാംഭീര്യമെല്ലാം അലിഞ്ഞില്ലാതായി. അവൾ കണ്ടത് കളക്ടറെയല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ തനിച്ചാക്കി പോയ ആ അമിതിനെ ആയിരുന്നു. നീ ഇന്നും ഈ അവസ്ഥയിലാണോ?" അമിതിന്റെ ശബ്ദമിടറി. ആ കൂരയ്ക്കുള്ളിലെ ദാരിദ്ര്യം അമിതിന് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു പായയും കുറച്ചു പഴയ പാത്രങ്ങളും തകർന്ന മേൽക്കൂരയും. താൻ IAS ഓഫീസറായ ഈ ലോകത്ത് തന്റെ വിജയത്തിനായി സ്വയം ഉരുകിത്തീർന്നവൾ ഈ നരകത്തിലാണ് ജീവിക്കുന്നത്. കായ് ഒന്ന് പുഞ്ചിരിച്ചു. ആ പഴയ ശാന്തമായ പുഞ്ചിരി. "സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാകാം അമിത്, പക്ഷേ ഞാൻ മാറിയിട്ടില്ല," അവൾ പറഞ്ഞു. അമിതിനെ നിയന്ത്രിക്കാനായില്ല. പദവിയും പ്രോട്ടോക്കോളും മറന്ന അദ്ദേഹം കാവ്യയുടെ കാൽക്കൽ വീണു. "കാവ്യ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഒരു വലിയ ഓഫീസറായി, പക്ഷേ ഒരു നല്ല മനുഷ്യനാകാൻ ഞാൻ മറന്നുപോയി. എൻ്റെ ഈ പദവിയും അധികാരവും എല്ലാം നിന്റെ ത്യാഗത്തിൻ്റെ ഫലമാണ്. ഞാൻ അത് തിരിച്ചറിയാൻ വൈകിപ്പോയി." ആ ജില്ലയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ ഒരു സാധാരണ കൂരയ്ക്കുള്ളിൽ ഒരു ദരിദ്ര സ്ത്രീയുടെ മുന്നിൽ കരയുന്നത് കണ്ട് പുറത്തു നിന്ന ഉദ്യോഗസ്ഥരും ഗ്രാമവാസികളും സ്തംഭിച്ചുപോയി. കാവ്യ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അവളുടെ കണ്ണുകളിലും നനവുണ്ടായിരുന്നു. "പദവികൾ മനുഷ്യനെ വലുതാക്കും അമിത്, പക്ഷേ ആ വലിയ മനുഷ്യൻ തൻ്റെ ഭൂതകാലത്തെ മറക്കരുത്. നീ എത്തിയത് നിന്റെ കഠിനാധ്വാനം കൊണ്ടാണ്. എൻ്റെ ത്യാഗം അതിലൊരു നിമിത്തം മാത്രമായിരുന്നു." ആ നിമിഷം അമിത് ഒരു തീരുമാനമെടുത്തു. ഈ പദവി തനിക്ക് ലഭിച്ചത് സ്വന്തം ആഡംബരത്തിനല്ല, മറിച്ച് കടം വീട്ടാനാണ്. കാവ്യയോടുള്ള കടമല്ല, അവൾ പ്രതിനിധീകരിക്കുന്ന ആ ദരിദ്രമായ മനുഷ്യരോടുള്ള കടം. ആ കൂടിക്കാഴ്ച വെറും ഒരു മാപ്പിരക്കലായിരുന്നില്ല, മറിച്ച് അമിത് എന്ന മനുഷ്യന്റെ രണ്ടാം ജന്മമായിരുന്നു. അധികാരത്തിന്റെ ഉന്നതയിൽ നിൽക്കുമ്പോഴും അമിതിന്റെ ഹൃദയം പശ്ചാത്താപം കൊണ്ട് നീറി. കാവ്യയുടെ ആ പഴയ മൺകൂരയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം തിരിച്ചറിഞ്ഞു. യഥാർത്ഥ വിജയം പദവിയിലല്ല, മറിച്ച് സഹജീവികളോടുള്ള പെരുമാറ്റത്തിലാണ്. അമിത് ഉടൻ തന്നെ തന്റെ ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് ആ ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ അത് കാവ്യയോടുള്ള വ്യക്തിപരമായ ഉപകാരമായിട്ടായിരുന്നില്ല, മറിച്ച് ഒരു ഭരണാധികാരി തന്റെ ജനങ്ങളോടുള്ള കടമയായിട്ടായിരുന്നു. അമിതിന്റെ നിർദ്ദേശപ്രകാരം ആ ഗ്രാമത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു സ്കൂളും സൗജന്യ ചികിത്സ നൽകുന്ന ഒരു ആരോഗ്യ കേന്ദ്രവും നിർമ്മിക്കപ്പെട്ടു. കാവ്യ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ആ സ്ഥലത്ത് ഇന്ന് വലിയൊരു വിദ്യാലയം ഉയർന്നു നിൽക്കുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം ഉൾപ്പെടുന്ന സമുച്ചയത്തിന് കാവ്യദേവി ട്രസ്റ്റ് എന്ന് പേരിടാൻ അമിത് ആഗ്രഹിച്ചു. എന്നാൽ കാവ്യ അത് സ്നേഹപൂർവ്വം നിരസിച്ചു. "അമിത്, നന്മകൾ ചെയ്യുന്നത് പേരിന് വേണ്ടി ആകരുത്. ഈ കുട്ടികളുടെ ഭാവി മാറുന്നതാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം," എന്നവൾ പറഞ്ഞു. ഒടുവിൽ അവളുടെ ആഗ്രഹപ്രകാരം ഒരു പേരുമില്ലാതെ അജ്ഞാതമായ ആ സ്നേഹത്തിന്റെ തണലിൽ ആ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി. അമിത് കാവ്യയോട് നഗരത്തിലേക്ക് കൂടെ വരാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ അതിന് തയ്യാറായില്ല. തന്റെ ഗ്രാമത്തിലെ മണ്ണും ആ ചെറിയ വീടും അവിടുത്തെ കുട്ടികളുമാണ് തന്റെ ലോകമെന്ന് അവൾ വിശ്വസിച്ചു. അമിത് ഇടയ്ക്കിടെ ഔദ്യോഗിക വേഷമില്ലാതെ വെറും ഒരു സാധാരണക്കാരനായി ആ ഗ്രാമത്തിലെത്തുമായിരുന്നു. അവൻ തമ്മിൽ പഴയതുപോലെ സംസാരിച്ചു. പക്ഷേ ഇത്തവണ ആ സംസാരത്തിൽ അധികാരത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ നിഴലുകൾ ഉണ്ടായിരുന്നില്ല, മറിച്ച് പരസ്പര ബഹുമാനവും ആഴത്തിലുള്ള സൗഹൃദവും മാത്രമായിരുന്നു. കാലം കടന്നുപോയപ്പോൾ അമിത് ഇന്ത്യയിലെ തന്നെ മികച്ച IAS ഓഫീസർമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു.
ഓരോ പുരസ്കാരം വാങ്ങുമ്പോഴും അദ്ദേഹം പ്രസംഗത്തിൽ ഒരു കാര്യം എടുത്തു പറയുമായിരുന്നു. എൻ്റെ വിജയത്തിന് പിന്നിൽ എൻ്റെ കഠിനാധ്വാനമുണ്ട്. പക്ഷേ എൻ്റെ പരാജയങ്ങളിൽ എന്നെ താങ്ങി നിർത്തിയ ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയമാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത്. വിജയം കണ്ണുകളെ അന്ധമാക്കിയപ്പോൾ താൻ നഷ്ടപ്പെടുത്തിയത് തൻ്റെ ആത്മാവിനെയായിരുന്നു എന്ന് അമിത് ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. ഈ കഥ നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ നമുക്ക് ചിറകുകൾ നൽകിയവരെ മറക്കരുത്. സ്നേഹവും ത്യാഗവും കൊണ്ട് പടുത്തുയർത്തിയ ബന്ധങ്ങളെ അധികാരത്തിന് വേണ്ടി ബലി കൊടുക്കരുത്. അമിതിന് തൻ്റെ തെറ്റ് തിരുത്താൻ വിധി ഒരു അവസരം നൽകി. പക്ഷേ എല്ലാവർക്കും ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക. കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ വൈകാരിക കഥ നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ നിഴലായി കൂടെ നിന്നവർക്ക് നന്ദി പറയാൻ മറക്കരുത്. കാരണം ഒരു ചെറിയ നന്ദി വാക്കിന് പോലും ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും.